മലങ്കര ഓർത്തഡോക്സ് സഭയിലെ 11-ാം മൂറോൻ വിശുദ്ധീകരണത്തിന് സഭാ ആസ്ഥാനമായ ദേവലോകം വേദിയായി. വലിയ നോമ്പിലെ 40-ാം വെള്ളിയിലാണ് കോട്ടയം ദേവലോകം കാതോലിക്കറ്റ് അരമന ചാപ്പലിൽ പവിത്രമായ ശുശ്രൂഷ പൂർത്തീകരിച്ചത്. സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഭയിലെ മിത്രാപ്പോലീത്തമാർ സഹകാർമ്മികരായി. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ കുടുംബത്തിലെ അംഗങ്ങളായ എത്യോപ്യൻ എറിത്രിയൻ സഭകളുടെയും റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെയും മിത്രാപ്പോലീത്തമാർ ചടങ്ങിൽ സംബന്ധിച്ചു. അരമനയിൽ പുലർച്ചെ 4:30 രാത്രി നമസ്കാരവും പ്രഭാത നമസ്കാരവും നടന്നു. 6:45 മുഖ്യ കാർമ്മികനായ പരിശുദ്ധ കാതോലിക്ക ബാവയെ അരമന ചാപ്പലിലേക്ക് ഘോഷയാത്രയായി ആനയിച്ചു. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോ സെക്രട്ടറി ഡോക്ടർ യുഹന്നാൻ മാർ ക്രിസോസ്റ്റോമസ് മിത്രാപോലിത്ത ശുശ്രൂഷ സംവിധാനത്തിന് നേതൃത്വം നൽകി. വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ അർക്കദിയാക്കോൻ സ്ഥാനം വഹിച്ചു. അരമന മൽപ്പാൻ ഡോക്ടർ ജോൺസ് എബ്രഹാം കോന്നാട്ട് റീഷ്കോർ എപ്പിസ്കോപ്പ ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള വിശദീകരണം നടത്തി. വൈദിക സെമിനാരി മുൻ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജേക്കബ് കുര്യൻ മുഖ്യ സന്ദേശം നൽകി. റവറൽ ഡോക്ടർ MP ജോർജ് കോർ എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘം ഗാന ശുശ്രൂഷ നയിച്ചു. ദിവ്യ മൂറോൻ ആഘോഷത്തിന് ശേഷം പരിശുദ്ധ കാതോലിക്ക ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയർപ്പിച്ചു. വിശുദ്ധ മൂറോൻ പകർന്ന കുപ്പി വിശ്വാസികൾ ചുംബിച്ച് വണങ്ങിയതോടെയാണ് ചടങ്ങുകൾ അവസാനിച്ചത്. സഭാധ്യക്ഷ പദവിയിലെത്തിയ ശേഷം പരിശുദ്ധ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികനാകുന്ന ആദ്യ മൂറോൻ കൂദാശയാണിത്. മലങ്കര സഭയിലെ മൂറോൻ ചരിത്രത്തിന് 150 വയസ്സ് പൂർത്തിയാകുന്ന വേളയിലാണ് ഇക്കുറിയിലെ ശുശ്രൂഷ എന്നതും പ്രത്യേകതയായി. 1876 മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിലാണ് മലങ്കര സഭയിൽ ആദ്യമായി മൂറോൻ വിശുദ്ധീകരണം നടന്നത്. തുടർന്ന് പഴയ സെമിനാരിയിലും ദേവലോകത്തും പല പതിറ്റാണ്ടുകളിൽ കൂദാശ നടന്നു. 5-ാം തവണയും അതിവിശുദ്ധ ശുശ്രൂഷയ്ക്ക് വേദിയായതോടെ മലങ്കര സഭയിൽ ഏറ്റവും കൂടുതൽ തവണ മൂറോൻ കൂദാശ നടന്ന ഇടമായി ദേവലോകം മാറി. ഷെക്കനാനോസ്, കോട്ടയം.